നമ്മളിന്ന് ഏലൂക്കര മുതലപ്പാടത്തൊരു ചെറിയ കട ഇത് നോക്കിയേ. ഈ അമ്മയുടെ കടയിലാണ് വന്നേക്കണേ. അതന്നെ ഈ അമ്മയുടെ കടയിലാണ് നമ്മൾ വന്നേക്കണ. ഈ അമ്മ നടത്തുന്നതാണ് രാവിലെ 6 മണിക്ക് തുറക്കും അല്ലേ അമ്മ? 6 മണിക്ക് തുറന്നിട്ട് ഉച്ചക്ക് 2-2:30 വരെ ഉണ്ടാവും. ഉച്ചക്ക് വരുന്ന നല്ല ചോറ്, മീൻകറി, മീൻ വറുത്തത്. ഇപ്പൊ നിലവിൽ മീൻ വറുത്തതൊക്കെ മീനിനൊക്കെ ഭയങ്കര വില ആയ കാരണം അമ്മ ചെറിയ വിലക്ക് വിൽക്കണം. അപ്പൊ നമുക്കത് മുതലാവില്ല കാരണം അമ്മ മീൻ വറുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? മീൻകറി ഉണ്ട് പിന്നെ അന്നത് ഈ പാടത്തിൽ നിന്ന് കിട്ടണത് ബ്രാലി, കട്ട്ല, അങ്ങനെയുള്ള കായൽ മീനുകള്, ഈ പുഴ മീനുകള് കൊടുക്കും. അമ്മ അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യണത്. വേറെ ആരും സഹായത്തിനൊന്നും ഇല്ല അല്ലേ? ഒറ്റയ്ക്കാണ് ചെയ്യണം. ഒറ്റയ്ക്ക് രാവിലെ 6 മണിക്ക് മുതൽ ദോശ ഇതൊക്കെ ഉണ്ടാവും. രാവിലെ 6 മണി മുതൽ ദോശ, പൂരി, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ ആലുവ ടൗണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന പിള്ളേരൊക്കെ രാവിലെ വന്നിട്ട് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മക്ക് വലിയ സഹായമാവും. അത് നമുക്ക് അതിന്റെ അകത്തേക്ക് കയറാം. നമുക്ക് കടയൊക്കെ ഒന്ന് കാണാം. മൊത്തത്തില് ഹരിതാപകരം കൊണ്ട് നിറഞ്ഞേക്കുന്നത് പാടും ആംബിയൻസ്. അങ്ങനെ അടുത്ത് പഴയ കാലത്ത് ഒരു ഓർമ്മകള് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു കുഞ്ഞിക്കട. കടലക്കറി, പിന്നെ അച്ചാറ്, പിന്നെ ഒരു ഒലത്ത്, പിന്നെ ഒരു ചാറ് കറി. 4 കൂട്ടം കറികളിപ്പായി. അതിൽ ചെമ്മീനുണ്ടോ? കുഞ്ഞ ചെമ്മീൻ. 10 മണിക്ക് കഞ്ഞി തുടങ്ങും. കഞ്ഞി നല്ല മൺകലത്തിൽ കഞ്ഞി കുടിക്കാട്ടോ. ഞാൻ കുടിച്ചത് കഞ്ഞിയാണ് ആദ്യം ഇവിടെ വന്നപ്പോ. മൺകലത്തിലെ കഞ്ഞി, മൺചട്ടി. അതന്നെ കൊമ്പനാണ് പറഞ്ഞ ഇങ്ങനെ ഒരു കടയുണ്ട് അമ്മയുടെ. അപ്പൊ അമ്മ നടത്തുന്ന കടയാണ്. എല്ലാവരും പറ്റുന്നവര് നല്ല ഫുഡാണ്. അത് ഞാൻ ഗ്യാരണ്ടി തരാം. എനിക്ക് നല്ല ചോറും നല്ല കറികളൊക്കെ ആയിട്ട്. ചാളക്കറി കൊടമ്പളി കിട്ടിയതാട്ടോ. അത് ഇട്ട് വെച്ചതാ പച്ച. ബീട്രൂട്ടിന്റെ അച്ചാറൊക്കെ പൊളിയാണ് കേട്ടോ. ചാളക്കന്നെ സൂപ്പർ. ഇവിടെ മാങ്ങാച്ചാർ കൂട്ടി വെക്കേ, ബ്രാലി കറി, അതൊക്കെ ജാലോർത്തൊക്കെ. ഇതിപ്പോ മീനിന് ഭയങ്കര വില കാരണം അമ്മനെ കൊണ്ട് താങ്ങൂല. അപ്പൊ അതുകൊണ്ട് അമ്മ ഉള്ളതും കൊണ്ടും എന്തായാലും കഴിക്കാൻ വന്നവർക്ക് തൃപ്തിയായിട്ട് പോവാം. ഇനിയിപ്പോ മഴയൊക്കെ ചെറുതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ മീൻ കിട്ടാൻ തുടങ്ങും. ബ്രാലും കട്ട്ലയും വാകയൊക്കെ കിട്ടും. അപ്പൊ നല്ല പച്ച മീൻ, പുഴമീൻ നിങ്ങൾക്ക് നേരെ കഴിക്കാം. പിലോപ്പിയ കഴിക്കാം. കിട്ടി ഓ നല്ല വെളിച്ചെണ്ണയില് ഓംപ്ലേറ്റിന് ഒരേ അമ്മയുടെ കൈപ്പുണ്യം കൊണ്ടിട്ടാ. ഓ നിങ്ങളെല്ലാവരും ഇത് വയറ് നിറച്ച് ഊണൊക്കെ കഴിച്ചിറങ്ങിയേക്കാണ്. നല്ല ഫുഡ്, അൽഹംദുലില്ലാ നല്ല ഫുഡ്. നമുക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ട നമ്പർ നോക്കി ഞങ്ങള് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ലൊക്കേഷനും കൊടുത്തേക്കാം. എന്താന്ന് വെച്ചാ ഞങ്ങളിവിടെ വരാൻ കാരണം ഇവരാണ്. അപ്പൊ എന്റെ അടുത്ത് ഇവൻ ചൂണ്ടിടാൻ വന്നപ്പോഴാണ് മീൻ പൊരിക്കണ നല്ല സ്മെല്ലൊക്കെ കേട്ടിട്ട് അവൻ വന്ന് നോക്കിയപ്പോ ഇങ്ങനെ ഒരു ചെറിയ കട. അന്ന് അവനിക്ക് ബ്രാലൊക്കെ പൊരിച്ചൊക്കെ കിട്ടിയത്. അപ്പൊ ഇവനെന്റെ അടുത്ത് നമ്മുടെ കടയിൽ വന്നതിനിപ്പോ അൽസായിൽ വന്നതിനിപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ അമ്മ നടത്തുന്ന ഒരു ചെറിയ കടയാണ്, നമുക്കൊന്ന് അവിടെ പോണോട്ടിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നിങ്ങളെല്ലാവരും നമ്പറിൽ വിളിച്ചിട്ട് വന്ന് ഒരു നേരത്തെ ഫുഡ് കഴിച്ചു നോക്കണം. അമ്മയുടെ 2 മക്കളും മരിച്ചുപോയി. ഇപ്പൊ 2 പേരക്കുട്ടികളെ നോക്കണത് അമ്മയാണ്. അച്ഛനും മരിച്ചുപോയി. അപ്പൊ അവരുള്ള വീട്ടില് ആ 2 മക്കളെ നോക്കി വളർത്തുന്നതും അമ്മയാണ്. അപ്പൊ ഒരു സഹായം വീഡിയോ നിങ്ങളെ കൊണ്ടാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവഴി ആലുവ റൂട്ടൊക്കെ പോണവർക്കൊക്കെ ഒന്ന് ഇവിടെ വരാതെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് നല്ല രസമാണ് ഇവിടെ കാണാൻ. ഇത് നോക്കിയേ, പാടങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കണോടത്ത് ചെറിയ കട. അതായത് ആദ്യം ഞാൻ പറഞ്ഞ ഒരു പഴയകാല ഓർമ്മയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും.